എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങാപ്പഴത്തിൻ്റെ സീസണാണല്ലോ. അപ്പോൾ നമുക്ക് മാങ്ങാപ്പഴം കൊണ്ടൊരു സ്മൂത്തി ഉണ്ടാക്കിയാലോ? അപ്പോൾ എങ്ങനെയാണ് നിമിഷ നേരം കൊണ്ട് നമ്മുടെ സ്മൂത്തി തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് ഒരു മാങ്ങാ സ്മൂത്തി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതേ നമുക്ക് നമ്മുടെ ഇവിടുന്ന് തന്നെ നല്ല മാങ്ങ, കെമിക്കലൊന്നുമില്ലാത്ത നല്ല ഫ്രഷ് മാങ്ങ പഴം പറിച്ചെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 എണ്ണം എടുത്ത് ഒന്ന് കഴുകി കട്ട് ചെയ്തുകൊണ്ട് വരാവേ. ഇതെങ്ങനെ നമ്മൾ ഒരു 5 മാങ്ങ പഴം നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഈ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണ്ടേ ഒരു 2 സ്പൂണ് യോഗർട്ടാണ്, നല്ല പുളിയില്ലാത്ത തൈര്. നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തിളപ്പിച്ചാർച്ച് വെച്ചിരിക്കുന്ന ഒരു 1/2 ഗ്ലാസ് പാല്. നമുക്കിപ്പോൾ നല്ല എമ്പടി മാങ്ങയുടെയൊക്കെ സീസണാണല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ മാങ്ങ പഴമായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്മൂത്തിയൊക്കെ അടിച്ച് കുടിക്കാൻ അടിപൊളിയാണ്. ഇനി നമുക്കിതിനകത്തേക്കൊരു മധുരത്തിന് ആവശ്യത്തിനുള്ള 2-3 സ്പൂണ് ഹണി ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ മധുരം ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ മാങ്ങാ സ്മൂത്തി റെഡി ആയിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കും. ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി മാങ്ങാപ്പഴം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒന്ന് ഇട്ടുകൂടെ കൊടുക്കാം. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ നല്ല ഫ്രഷായിട്ടുള്ള മാങ്ങാപ്പഴം സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ വീടുകളിലുള്ളവർ ഇങ്ങനെയൊക്കെ ഇതുണ്ടാക്കി പിള്ളേർക്കൊക്കെ കൊടുക്കണം. ചുമ്മാ മാങ്ങ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ. താങ്ക് യു.